ഓ ഓ ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. 530 മുതൽക്കൊന്ന് വായിക്കാം. നദേശകാലാസനദിഗ്യമാദി ലക്ഷ്യാദ്യപേക്ഷാ പ്രതിബദ്ധവൃത്തേഃ സംസിദ്ധതത്ത്വസ്യ മഹാത്മനോസ്തി സ്വവേദനേകാ നിയമാദ്യവസ്ഥാ ഘടോയമിതി വിജ്ഞാതും നിയമഃ കോന്വപേക്ഷ്യത്തെ വിനാ പ്രമാണസുഷ്ഠുത്വം യസ്മിൻ സതി പദാർത്ഥതീ. പ്രമാണത്തിലൂടെ സമാഹിതമായിട്ടുള്ള ഏകാഗ്രമായിട്ടുള്ള അന്ധഃകരണത്തിലൂടെ ജ്ഞാനം സാധ്യമാണ്. അതിന് ഈ വലിയ തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല എന്ന് പറയുകയാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ വ്യക്തത നേടണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അത്യന്താപേക്ഷിതമാണ്. ചിത്തത്തിൻ്റെ ശുദ്ധി, ഇതൊക്കെ അത്യന്താപേക്ഷിതമാണ്. അപ്പം ഏതുപോലെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഘടമാണ് എന്ന് മനസ്സിലാക്കാനായിക്കൊണ്ടിട്ട് കണ്ണു വേണം, മനസ്സ് വേണം. അതേപോലെ സമാഹിതമായിട്ടുള്ള അന്ധഃകരണം കൊണ്ട് വളരെ ഏകാഗ്രമായിട്ടുള്ള ചിത്ത ഏകാഗ്രതയും ചിത്തശുദ്ധിയുമൊക്കെ അനിവാര്യമാണ് പ്രമാണത്തിലൂടെ. അതുപോലെ തന്നെ പ്രമാണമില്ല, പ്രമാണാഭാവം ഉണ്ടായെങ്കിലും സംഭവിക്കില്ല. അപ്പോൾ പ്രമാണത്തിലൂടെ ഇതിലൂടെ മാത്രമാണ് ആ തത്വത്തെ അറിയാനായിക്കൊണ്ടിട്ട് സാധിക്കുകയുള്ളൂ. ബാഹ്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഒന്നും അല്ല സഹായമായിട്ടുള്ളത്. അയമാത്മാ നിത്യസിദ്ധഃ പ്രമാണേ സതി ഭാസതേ ന ദേശം വാപി വാ കാലം ന ശുദ്ധിം വാപ്യപേക്ഷതേ. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് ദേശമോ അല്ലെങ്കിൽ കാലമോ അല്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. എന്താ ആവശ്യം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ചിത്തശുദ്ധി ആവശ്യമാണ്, ചിത്ത ഏകാഗ്രത ആവശ്യമാണ്. ഇതിനെല്ലാം കൂടി ഒന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സമാഹിതമായിട്ടുള്ള അന്ധഃകരണം ആവശ്യമാണ്. അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ വ്യക്തത ആവശ്യമാണ്. ഈ ജ്ഞാനത്തിൻ്റെ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് പ്രമാണം ആവശ്യമാണ്. ഇതല്ലാതെ ഒരു തരത്തിലുള്ള മുഹൂർത്തമോ അല്ലെങ്കിൽ കാലമോ അതിനൊന്നും വലിയ പ്രസക്തിയൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് അതിനൊക്കെയാണ് നമ്മൾ വലിയ പ്രസക്തി കൽപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം. ദേവദത്തോഹമിത്യേതത് വിജ്ഞാനം നിരപേക്ഷകം തദ്വത് ബ്രഹ്മവിദോപ്യസ്യ ബ്രഹ്മാഹമിതി വേദനം. ദേവദത്തോഹമിത്യേതത് വിജ്ഞാനം നിരപേക്ഷകം തദ്വത് ബ്രഹ്മവിദോപ്യസ്യ ബ്രഹ്മാഹമിതി വേദനം. ദേവദത്തനാണ് അഹം ദേവദത്തഃ ഇതി ഏതദ് വിജ്ഞാനം നിരപേക്ഷകം തദ്വത് അസ്യ ബ്രഹ്മവിദഃ അപി അഹം ബ്രഹ്മ ഇതി വേദനമസ്തി. അഹം ദേവദത്തഃ ഇതി ഏതദ് വിജ്ഞാനം. ഞാൻ ദേവദത്തനാണ് എന്ന ജ്ഞാനത്തിന് എന്തിനെങ്കിലും ആശ്രയിക്കണോ? എനിക്ക് ഏതെങ്കിലും ഒരു ഗുഹയിൽ പോയിരുന്നാൽ മാത്രമാണോ ഞാൻ ദേവദത്തനാണ് അല്ലെങ്കിൽ ഞാൻ ദേവകി ചൈതന്യമാണ് എന്ന് ആ ഒരു അറിവ്
അതിന് അതാണ് ഞാൻ അങ്ങനെയാണ് എന്ന് എനിക്ക് മറ്റൊന്നിൻ്റെയെങ്കിലും ബാഹ്യവസ്തുക്കളുടെ സഹായം ആവശ്യമുണ്ടോ? അത് പേര് പറഞ്ഞപ്പോൾ തന്നെ നാം പേര് വിളിക്കുമ്പോഴേക്കും അല്ലേ, അച്ഛൻ പേരിടുന്നു, കുട്ടിക്ക് പേരിടുന്നു, ആ കുഞ്ഞിൻ്റെ പേര് വിളിക്കുമ്പോഴേ ആ കുഞ്ഞിന് അങ്ങോട്ട് ശ്രദ്ധയുണ്ടാവും. മോളെ, കൃഷ്ണ എന്നൊക്കെ വിളിക്കുമ്പോഴേക്കും ശ്രദ്ധ ഇണരുകയാണ്. അപ്പോൾ ഏത് കുറ്റാക്കൂരുരുട്ടിലും എനിക്ക് എന്നെ അറിയാം. അതുപോലെ ഈ ബ്രഹ്മജ്ഞാനവും എല്ലാ നിയമങ്ങളിൽ നിന്നും മുക്തമാണ് എന്ന് പറയുകയാണ്. ദേവദത്തോഹമിത്യേതത് വിജ്ഞാനം നിരപേക്ഷകം തദ്വദ് ബ്രഹ്മവിദോപ്യസ്യ ബ്രഹ്മാഹമിതി വേദനം ഭാനുനേവ ജഗത് സർവം ഭാസത്തെ യസ്യ തേജസാ അനാത്മകമസത് തുച്ഛം കിം ന തസ്യാവഭാസകം ഭാനുനേവ ജഗത് സർവം ഭാസത്തെ യസ്യ തേജസാ അനാത്മകമസത്തുച്ഛം കിം नु തസ്യാവഭാസകം ഭാനുനാ ഇവ യസ്യ തേജസാ അനാത്മകം അസത്തുച്ഛം സർവം ജഗത് ഭാസതേ തസ്യ അവഭാസകം കിം नु യസ്യ തേജസാ അതിൻ്റെ തേജസ്സാൽ, അല്ലെങ്കിൽ ആർക്കാണോ ഈ ജഗത്തിനെ ഇങ്ങനെ പ്രകാശപൂരിതമാക്കാനായിട്ട് ആർക്ക് സാധിക്കുന്നു, ആ ജഗത്തിനെ മുഴുവനും പ്രകാശപൂരിതമാക്കുന്ന സൂര്യനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തെങ്കിലും ഒരു മെഴുകുതിരിയുടെ ആവശ്യമുണ്ടോ അതിനെ, ആ സൂര്യനെ അറിയാനായിക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ സൂര്യനെ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ മൊബൈൽ ഫ്ലാഷ് ഉണ്ട്, അത് വെച്ചിട്ട് അത് ആവശ്യമുണ്ടോ ആ സൂര്യനെ? സൂര്യനത് ആവശ്യമുണ്ടോ? നമുക്കത് ആവശ്യമുണ്ടോ? അപ്പോൾ വേറെ ഒന്നിനും സാധ്യമല്ല, ആവശ്യവുമല്ല. ഈ മെഴുകുതിരിക്ക് സൂര്യനെ കാട്ടിത്തരാനായിട്ടിട്ട് സാധിക്കുകയുമില്ല. സൂര്യനാണ് എങ്കിലോ ആ മെഴുകുതിരിയുടെ ആവശ്യവുമില്ല. തസ്യ ഭാസാ സർവമിതം വിഭാതി. ആ സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന ആ തത്വം, ആ ഒരു ഏത് പ്രകാശത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ചിന്ത ഏതിൻ്റെ ബലത്തിലാണ്, അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ ചിന്തകൾ ഇങ്ങനെ എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഒരു ദീപത്തിന് അന്യദീപത്തിൻ്റെ ആവശ്യമില്ല. സ്വാത്മപ്രകാശനെ അത് സ്വയം അതറിയുകയാണ് അല്ലേ. ആ ദീപത്തിന് വേറൊരു ദീപത്തിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഭാനുനേവ ജഗത് സർവം ഭാസതേ യസ്യ തേജസ അനാത്മകമസത്തുച്ഛം കിം नु തസ്യ അവഭാസകം. ഈ ജഗത്തിനെ മുഴുവനും ഭാസിപ്പിക്കുന്ന, ഈ ജഗത്തിനെ മുഴുവനും പ്രകാശപൂരിതമാക്കുന്ന സൂര്യനും പ്രകാശത്തെ നൽകുന്ന ആ തത്വത്തിന് എന്തിൻ്റെയെങ്കിലും ആവശ്യമുണ്ടോ? ഇനി അപ്പോൾ വേദാന്ത പ്രമാണം ഈ ആത്മതത്വത്തെ വെളിപ്പെടുത്തി തരുന്നുവോ? അങ്ങനെ ഒരു ചോദ്യം വരാം അല്ലേ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. വേദശാസ്ത്രപുരാണാനി ഭൂതാനി സകലാന്യപി യേനാർത്ഥവന്തി തം കിം नु വിജ്ഞാതാരം പ്രകാശയേത്. വേദശാസ്ത്രപുരാണാനി ഭൂതാനി സകലാന്യപി യേനാർത്ഥവന്തി തം കിം नु വിജ്ഞാതാരം പ്രകാശയേത്. ഏന വേദശാസ്ത്രപുരാണാനി സകലാനി ഭൂതാനി അപി അർത്ഥവന്തി ഭവന്തി തം വിജ്ഞാതാരം കിം नु പ്രകാശയേത്. ഏന അതിനാലാണ് ഈ വേദശാസ്ത്ര പുരാണാനി, 4 വേദങ്ങളും അതുപോലെ വേദാംഗങ്ങളും ഉപവേദങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളും ഉപപുരാണങ്ങളും ധർമ്മശാസ്ത്രാദികളും എല്ലാം അന്തർപ്രകാശത്താലാണ്, അല്ലെങ്കിൽ ആത്മപ്രകാശത്താലാണ് ഇവയെല്ലാം പ്രകാശപൂരിതമാകുന്നത്. ഇവയെല്ലാം നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ആത്മപ്രകാശത്താലാണ്. അങ്ങനെയുള്ള ആത്മാവിന് വേദാന്തത്തിൻ്റെ പ്രമാണം ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണാവോ നിങ്ങൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? വേദാന്തത്തിൻ്റെ അജ്ഞനായിട്ടുള്ള ജീവനാണ് ഈ വേദാന്ത പ്രമാണം ആവശ്യമായിട്ടുള്ളത്. ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ് എന്നുള്ള ആ അറിവ് സമ്പാദിക്കാനായിട്ട്
എന്നറിയാനായിട്ട് പ്രമാണം ആവശ്യമാണ്. കാരണം ഇതുവരെ ഞാൻ വേറെ എന്തൊക്കെയാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിയായ പ്രമാണത്തിലൂടെ മാത്രമേ വേദാന്ത വിചാരം അതിൻ്റെ അർത്ഥനിരൂപണത്തിലൂടെ മാത്രമേ ആ തരത്തിലുള്ള ജ്ഞാനം നമ്മൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയത്ത് ആത്മാവിന് ഈ പ്രമാണത്തിൻ്റെ ആവശ്യം എന്താണ്? അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. കാരണം ആ പ്രമാണത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആ തത്വത്താലാണ്, അല്ലെങ്കിൽ ആ തത്വത്താൽ ആ ആത്മപ്രകാശത്താലാണ് നമ്മൾ ഇതെല്ലാം പഠിക്കാനും ഒക്കെ എല്ലാം ചെയ്യുന്നത്. അതിനാലാണ് ഈ എല്ലാം. അപ്പോൾ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിക്കുന്നു. ഈ സൂര്യൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ആജ്ഞ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ സൂര്യനെ അറിയാത്ത ഒരു കുട്ടിക്ക് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് നാം പറഞ്ഞു കൊടുക്കും, ഇത് സൂര്യനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും, അല്ലേ? അപ്പോൾ സൂര്യൻ പ്രകാശ സ്വരൂപമാണ് സൂര്യൻ്റേത്. ഒരു പ്രമാണവും അവിടെ ആവശ്യമില്ല. സൂര്യനെ അറിയാത്തവന് പ്രകാശത്തെക്കുറിച്ചും സൂര്യപ്രകാശത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു കൊടുക്കണം. അവന് പ്രമാണം ആവശ്യമാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ആത്മപ്രകാശത്താലാണ് ഈ ശരീര മനോബുദ്ധ്യാദികളെല്ലാം പ്രവർത്തിക്കുന്നത്. ഈ ശരീരവും ബുദ്ധിയും മനസ്സും ഇതെല്ലാം ആത്മപ്രകാശത്താലാണ്, അല്ലെങ്കിൽ ആത്മസാന്നിധ്യത്താലാണ്. യസ്യ സന്നിധി മാത്രേണ. അങ്ങനെയാണ് ഇതെല്ലാം പ്രവർത്തനക്ഷമത നേടുന്നത്, അല്ലെങ്കിൽ അതെല്ലാം പ്രവർത്തിക്കുന്നത്, അറിയുന്നത്, അനുഭവിക്കുന്നത് എല്ലാം അതിൻ്റെ വെളിച്ചത്തിലാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾക്ക് വേദാന്ത പ്രമാണം ആവശ്യമാണ്. പക്ഷേ ആരാണ് ഈ വേദാന്ത പ്രമാണത്തെയും പ്രകാശിപ്പിക്കുന്നത്? ഈ വേദവും പരമാത്മാവിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ പരമാത്മാവ് വേദത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തസ്മാത് യജ്ഞാത് സർവഹുദഃ രജസാമാനി ജജ്ഞിരേ ഛന്ദാഗംസി ജജ്ഞിരേ തസ്മാത് യജുസ്തസ്മാദജായത. ഇങ്ങനെ വേദം പുരുഷ സൂക്തം പറയുന്നു. തസ്മാത് യജ്ഞാത് സർവഹുദഃ. ഈ വേദത്തിൻ്റെ അതിൽ നിന്നാണ് ഇത് വന്നത്. അപ്പോൾ വേദത്തിൻ്റെ നിലനിൽപ്പും പരമാത്മാവിലാണ്. പരമാത്മാവിൽ നിന്നാണ് എല്ലാം വന്നത്. പക്ഷേ പരമാത്മാ വേദത്തെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അത് സ്വതസിദ്ധമാണ്. ഒന്നിനെയും അത് ആശ്രയിക്കുന്നില്ല. ഇനിയോ ഏതുപോലെ ഇപ്പോൾ സൂര്യനെ, ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. സൂര്യനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും ആ സൂര്യൻ്റെ പ്രകാശത്തിലാണ് നീ സൂര്യനില്ല എന്നുള്ള പുസ്തകം രചിക്കുന്നത്, അല്ലേ? സൂര്യനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും സൂര്യന് ഒരു പ്രശ്നവും ഇല്ല. സൂര്യൻ ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് എന്നാൽ നിനക്ക് ഇന്നു മുതൽ എൻ്റെ പ്രകാശം ഞാൻ തരില്ല എന്നും പറയാറില്ല. ഇപ്പോൾ സൂര്യപ്രകാശത്താലാണ് നമ്മൾ സൂര്യനില്ല എന്ന് അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അതുപോലെ ഇരിക്കുകയുള്ളൂ ഇതൊക്കെ. ഇപ്പോൾ പരമാത്മാവിന് വേദാന്ത പ്രമാണം ആവശ്യമില്ല. പക്ഷേ പരമാത്മാവിനെ അറിയാത്ത അജ്ഞനായിട്ടുള്ള ജീവന് ഇതാവശ്യമാണ്. അപ്പോൾ വേദാന്ത ജ്ഞാനവും ആത്മജ്ഞാന പ്രകാശത്താലാണ് വെളിപ്പെടുത്തുന്നത്. ഇതറിയുന്ന ഞാൻ എൻ്റെ അല്ലെങ്കിൽ ആത്മപ്രകാശത്താൽ മാത്രമാണ്. കൂടുതൽ ഈ വാക്കുകളെ കൊണ്ട് പലതരത്തിൽ പറയാം. ഒരേ കാര്യങ്ങളെ പല വാക്കുകളെ ഉപയോഗിച്ച് പറയാമെന്നല്ലാതെ ഒരേ തത്വമാണത്. ആത്മപ്രകാശത്താലാണ് ഇവിടെ സർവ്വതും സംഭവിക്കുന്നത്. അപ്പോൾ ഈ വേദാന്ത പ്രമാണവും ആത്മാവിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാലോ ആത്മാവാണ് എങ്കിലോ നിരാലംബനാണ്. ഒന്നിൻ്റെയും സപ്പോർട്ട്, അതാണ് എല്ലാറ്റിനും സപ്പോർട്ടായിട്ടിരിക്കുന്നത്. പക്ഷേ അതിന് ഒരു തരത്തിലുള്ള സപ്പോർട്ടിൻ്റെയും ആവശ്യമില്ല. ഏഷ സ്വയം ജ്യോതിരനന്തശക്തി ആത്മാ പ്രമേയ സകലാനുഭൂതി യമേവ വിജ്ഞായ വിമുക്തബന്ധോ ജയത്യയം ബ്രഹ്മവിദുത്തമോത്തമഃ. ഏഷ സ്വയം ജ്യോതിരനന്തശക്തി ഏഷ സ്വയം ജ്യോതിരനന്തശക്തി ആത്മാ പ്രമേയ സകലാനുഭൂതി യമേവ വിജ്ഞായ വിമുക്തബന്ധോ ജയത്യയം ബ്രഹ്മവിദുത്തമോത്തമഃ. സ്വയം ജ്യോതി ഏഷഃ
ഏഷഃ ആത്മാ സ്വയം ജ്യോതി. ഈ ആത്മാ സ്വയം ജ്യോതിയാണ്. അനന്തശക്തി, അപ്രമേയമാണ്. പ്രമേയാദികളിലൂടെ ഒന്നും അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ ഒന്നും അറിയാനായിക്കൊണ്ടിട്ട് സാധിക്കില്ല. പിന്നെയോ ഏഷഃ ആത്മാ സ്വയം ജ്യോതി അനന്തശക്തി അപ്രമേയ സകലാനുഭൂതി. ഇതിനെ എല്ലാവരും അനുഭവിക്കുന്നു. ആത്മജ്ഞാനി മാത്രമൊന്നുമല്ല ആത്മാവിനെ അനുഭവിക്കുന്നത്. ആത്മജ്ഞാനി അറിയുന്നു, പക്ഷേ എല്ലാവർക്കും ആത്മാവിൻ്റെ സാമാന്യ ജ്ഞാനം എല്ലാവർക്കുമുണ്ട്. ഞാൻ 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 എന്നുള്ള ആ ഒരു സ്ഫുരണം എല്ലാവരിലുമുണ്ട്, എല്ലാവരും അറിയുന്നു. പക്ഷേ വിശേഷജ്ഞാനമില്ല. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ ആരാണ് ഈ ഞാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ ഞാൻ അല്ലേ? ഒരുപാട് തെറ്റിദ്ധാരണകൾ. അപ്പോൾ സാമാന്യജ്ഞാനം എല്ലാവർക്കുമുണ്ട്. സകലാനുഭൂതി നല്ലൊരു പദമാണ്. എല്ലാവരും അനുഭവിക്കുന്നു. സകലാനുഭൂതി യമേവ വിജ്ഞായ വിമുക്തബന്ധോ. പക്ഷേ ആരാണ് ഇത് ആരാണോ ഇതിനെ അറിയുന്നവൻ സദാ വിജയിയാണ്. ഈ തത്വത്തെ മനസ്സിലാക്കുന്നവൻ. സാമാന്യജ്ഞാനം എല്ലാവർക്കുമുണ്ട്. അനന്തസ്വരൂപനാണ് ബ്രഹ്മാവ് എന്നറിയാനായിട്ട് പ്രമാണവും ആവശ്യമാണ്. അപ്പം ഞാൻ എന്നറിയാനായിട്ട് പ്രമാണമൊന്നും ആവശ്യമില്ല അല്ലേ? എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഞാൻ 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 എന്നുള്ളത്. അതിന് വലിയ പ്രമാണമൊന്നും ആവശ്യമില്ല. സകല അനുഭൂതിയാണ്. പക്ഷേ ആ ഞാൻ എന്നുള്ളത് അതിനെ കുറച്ച് അതേ തലത്തിലുള്ള അഹങ്കാരവുമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ആ ശുദ്ധമായിട്ടുള്ള അഹങ്കാരവും എവിടെ നിന്നാണോ ഉണ്ടായത് ആ തത്വത്തെ അറിയാനായിക്കൊണ്ടിട്ട് പ്രമാണമൊക്കെ ആവശ്യമാണ്. ഞാൻ എന്നറിയാനായിട്ട് അതൊരു ജ്ഞാനമൊന്നുമല്ല. അത് സെൽഫ് എവിഡൻ്റാണ്, സ്വയം പ്രമാണമാണ്. ഇനി അതിനെ തിരിച്ചറിഞ്ഞ് അത് ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നവൻ അവൻ സദാ വിജയിയാണ്. ന ഖിദ്യതേ നോ വിഷയൈഃ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം നിരന്തരാനന്ദരസേന തൃപ്തഃ. ന ഖിദ്യതേ നോ വിഷയൈഃ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം നിരന്തരാനന്ദരസേന തൃപ്തഃ. വിഷയൈഃ ന ഖിദ്യതേ നിരന്തരാനന്ദ രസേന തൃപ്തഃ. വിഷയൈഃ ന ഖിദ്യതേ. നിരന്തരം ആ ആനന്ദാമൃതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളവൻ. വിഷയൈഃ ന ഖിദ്യതേ. വിഷയവസ്തുക്കളാൽ അദ്ദേഹം ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അല്ലേ? ഞാൻ അപ്സെറ്റാണ് എന്നൊക്കെ പറയും ചിലർ പറയും അല്ലേ? എന്താ കാര്യം? എന്താ? ഞാൻ കടം ചോദിച്ചിട്ട് തന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ഈ ആത്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും വിഷയങ്ങളാൽ ഒരു തരത്തിലും ബാധിക്കപ്പെടില്ല അദ്ദേഹം. ന ഖിദ്യതേ കാരണം എന്താ? നിരന്തര ആനന്ദരസേന തൃപ്തഃ. അദ്ദേഹം പൂർണ്ണ തൃപ്തനാണ്. വിഷയൈഃ ന ഖിദ്യതേ ന പ്രമോദതേ. ആനന്ദ തിമിർപ്പിൽ ഇങ്ങനെ ആഴ്ത്തുവാനും സാധിക്കില്ല അദ്ദേഹത്തെ. നോക്കൂ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി നമ്മൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അദ്ദേഹം ആനന്ദം കൊണ്ടൊന്ന് അദ്ദേഹം ആ ആനന്ദം അനുഭവിക്കട്ടെ. ഈ നമ്മളൊക്കെ അനുഭവിക്കുന്ന ആ ആനന്ദം ഉണ്ടല്ലോ, വിഷയാനന്ദം, അതൊക്കെ ഒന്ന് അനുഭവിക്കട്ടെ എന്ന് അതും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ? നിരന്തര ആനന്ദരസേന തൃപ്തഃ. നിരന്തര അദ്വയാനന്ദ അമൃതം ഉണ്ണുന്നവന് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ അതുകൊണ്ട് അതിലും വല്ല ആനന്ദവും കിട്ടാൻ പോകുന്നുണ്ടോ? അപ്പോൾ വിഷയങ്ങളിലിട്ട് ഒരു ആസക്തനുമല്ല എന്നാൽ അനാസക്തനുമല്ല, അതിൽ നിന്ന് ഓടിപ്പോകേണ്ടതായിട്ടും ഇല്ല. ഇതിനെ നിരാകരിക്കുന്നുമില്ല, എന്നാലോ അതിനെ സ്വീകരിക്കുന്നുമില്ല. അപ്പോൾ എന്നിൽ തന്നെ എന്ത് ആസക്തിയാണ് ഉള്ളത്, എന്ത് അനാസക്തിയാണ് ഉള്ളത്, എല്ലാം താനായിട്ട് കാണുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആസക്തിക്കും അനാസക്തിക്കും ഒന്നും ഒരു പ്രസക്തിയുമില്ല. ന ഖിദ്യതേ നോ വിഷയൈഃ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം നിരന്തരാനന്ദരസേന തൃപ്ത. അദ്ദേഹം എന്താ ചെയ്യുക? സ്വസ്മിൻ സദാ ക്രീഡതി. ആത്മക്രീഡ. ഒരു ബാഹ്യവസ്തുവിൻ്റെ സഹായമൊന്നും അവിടെ ആവശ്യമില്ല.
സ്വയം നന്ദതി, ആത്മരതി, ബാഹ്യവസ്തുവിൻ്റെ സഹായവും ആവശ്യമില്ല. പിന്നെയോ കാരണം എന്താ, അകവും പുറവുമൊക്കെ ബാഹ്യവും എല്ലാം ആത്മാവ് തന്നെയാണ്. അതുകൊണ്ട് ഒന്നിൻ്റെയും ആവശ്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ക്ഷുതാം ദേഹവ്യഥാം ത്യക്ത്വാ ബാലഃ ക്രീഡതി വസ്തുനി തഥൈവ വിദ്വാൻ രമതേ നിർമ്മമോ നിരഹം സുഖി. ക്ഷുതാം ദേഹവ്യഥാം ത്യക്ത്വാ ബാലഃ ക്രീഡതി വസ്തുനി തഥൈവ വിദ്വാൻ രമതേ നിർമ്മമോ നിരഹം സുഖി. യഥാ ബാലഃ ക്ഷുതാം ദേഹവ്യതാം ത്യക്ത്വാ, ഏതുപോലെയാണോ ഒരു കുട്ടി കളിയിൽ മുഴുകിയിരിക്കുകയാണ്, അമ്മ വന്ന് പറയും മോനെ ബ്രേക്ക്ഫാസ്റ്റ്, നോ, മോനെ എന്തെങ്കിലും മരുന്ന് കഴിക്കണം, കാരണം കളിച്ച് കാലും കൈയും ഒക്കെ വളരെ പരിക്കുകളോട് കൂടിയാണ് ഇരിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കളിയിൽ മുഴുകിയിരിക്കുമ്പോൾ അവന് വിശപ്പും ഇല്ല, ഇട്ടൊരു ദാഹവും ഇല്ല, ഒന്നുമില്ല. ഒരു തരത്തിലുള്ള ശരീര വ്യഥകളിൽ നിന്നും അവൻ പൂർണ്ണമായിട്ടും മുക്തനാണ്. നിരന്തരം കളിയിൽ മുഴുകിയിരിക്കുന്ന ഈ ഒരു ബാലനെ പോലെ ഇവിടെ ആത്മജ്ഞാനിയും രമതേ, ക്രീഡിക്കുന്നു. എങ്ങനെ? നിർമ്മമഹ നിരഹം സുഖി, നിരന്തരം അഹങ്കാരമില്ലാതെ മമത്വമില്ലാതെ നിരന്തരമായിട്ടുള്ള ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു. എന്താണല്ലേ, അദ്ദേഹത്തെ ഒന്നും ബാധിക്കില്ല. അടുത്ത ശ്ലോകം. ചിന്താശൂന്യമദൈന്യഭക്ഷ്യമശനം പാനം സരിത്വാരിഷു സ്വാതന്ത്രേണ നിരങ്കുശാസ്ഥിതിരഭീഃ നിദ്രാശയാനേവനേ വസ്ത്രം ക്ഷാളനശോഷണാദിരഹിതം ദിഗ്വാസ്തു യശയ്യാമഹി സഞ്ചാരോ നിഗമാന്തവീദിഷു വിദാം ക്രീഡാ പരേ ബ്രഹ്മണി. ചിന്താശൂന്യമദൈന്യഭക്ഷ്യമശനം പാനം സരിത്വാരിഷു സ്വാതന്ത്രേണ നിരങ്കുശാസ്ഥിതിരഭീഃ നിദ്രാ ശ്മശാനേ വനേ വസ്ത്രം ക്ഷാളനശോഷണാദിരഹിതം ദിഗ്വാസ്തു ശയ്യാമഹി സഞ്ചാരോ നിഗമാന്തവീഥിഷു വിദാം ക്രീഡാ പരേ ബ്രഹ്മണി. ആത്മജ്ഞാനിയുടെ ആ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കും, ഡെയിലി ലൈഫ് എങ്ങനെയായിരിക്കും? വിദാം ചിന്താശൂന്യം, ചിന്താശൂന്യം, അദൈന്യഭക്ഷ്യം, അശനം, ഒരു തരത്തിലുള്ള ഒരു ആങ്സൈറ്റി ഇല്ലാതെ, ഭക്ഷണം ഇന്ന് കിട്ടുമോ, ഇന്ന് കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യും, ഞാൻ പട്ടിണിയാകുമോ, ഒരു തരത്തിലുള്ള നിസ്സഹായത ഇല്ല. ആരോടെങ്കിലും കുറച്ച് ഭക്ഷണം ചോദിക്കണേന് എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കാനായിട്ട് ഒരു തരത്തിലുള്ള ദീനതയോ അല്ലെങ്കിൽ ഒരു ദൈന്യതയോ ഒന്നും അവിടെ ഇല്ല. ഇന്ന് എനിക്ക് അത് വേണം ഇത് വേണം, അല്ലെങ്കിൽ ഇന്നെൻ്റെ പിറന്നാളാണ്, എനിക്കിന്ന് സദ്യ വേണം, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ചിന്തകളുമില്ല. എവിടെ കിട്ടുമെന്നുള്ള ഒരു ആങ്സൈറ്റി ഇല്ല. ഇതൊന്നുമില്ലാതെ തരാമോ എന്നുള്ള ഒരു ദീനതയുമില്ല. ഇങ്ങനെ ഒന്നുമില്ലാതെ ചിന്താശൂന്യം അദൈന്യ ഭക്ഷ്യം അശനം. ഇനി വെള്ളമാണെങ്കിലോ, ദാഹിക്കുന്നുവല്ലോ, വെള്ളം കുടിക്കണ്ടേ, സരിത് വാരിഷു പാനം, ഞാൻ കൊക്കോക്കോള മാത്രമാണ് കുടിക്കുകയുള്ളൂ എന്നൊന്നും ഒരു തരത്തിലുള്ള ഇൻസിസ്റ്റൻസും ഇല്ല. സരിത് വാരിഷു, നദിയിൽ വെള്ളമുണ്ടല്ലോ. സ്വാതന്ത്രേണ നിരങ്കുശാസ്ഥിതിഹി, നിരങ്കുശാസ്ഥിതിഹി, അങ്കുശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള തോട്ടിക്കാണ് അങ്കുശം എന്ന് പറയുക. ഇവിടെ നിരങ്കുശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു തരത്തിലുള്ള നിയന്ത്രണത്തിന് വിധേയമാകാത്ത, ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ തോന്നിവാസിയാണോ, സെൽഫ് ഡിസിപ്ലിൻ അത്ര കണ്ടുണ്ട്. ആരും അദ്ദേഹത്തോട് ഇങ്ങനെ ഒന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല. ശാസ്ത്രം പോലും വിധിയെ കൊടുക്കുന്നില്ല. ശാസ്ത്രം പോലും അദ്ദേഹത്തിന് ഒന്നും വിധിക്കുന്നില്ല, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന്. ശാസ്ത്രം പോലും വേദം പോലും അദ്ദേഹത്തോട് പറയുന്നില്ല. അൺറിസ്ട്രെയിൻഡ് ഫ്രീഡമാണ്. നിരങ്കുശ സ്വാതന്ത്രേണ നിരങ്കുശാസ്ഥിതിഹി ശ്മശാനേ വനേ അഭീഹി നിദ്ര. അഭീഹി എന്ന് വെച്ചാൽ ഭയമൊന്നുമില്ല.
രാഗദ്വേഷാദികളില്ല, അതുകൊണ്ട് തന്നെ ഭയമില്ല. രാഗദ്വേഷാദികളില്ല, ഭയമില്ലാതെ. കാരണം എന്താ, വേറൊന്നും, ഞാനല്ലാതെ വേറൊന്നുണ്ട് എങ്കിലാണ് ഇവിടെ ഭയം വരിക. എന്നെക്കാളും കേമനായി തീരുമോ, അതല്ല എങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയം വരിക. അതാണ്, അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾക്കൊക്കെ ഭയം വരിക. അപ്പോൾ ഇവിടെ എല്ലാം താനായി കാണുന്നവന് ആരിൽ നിന്ന് ഭയം ഉണ്ടാകാനാണ്? അത്യന്തം വൈരാഗ്യമേവ അഭയം. അപ്പം ആ ഭയം എന്നുള്ള ഒരവസ്ഥയില്ല. ഒന്നിലും ഒരാസക്തി ഇല്ലാത്തവൻ എന്തെങ്കിലും നഷ്ടപ്പെടുമെന്ന് കരുതേണ്ട കാര്യമുണ്ടോ? ഒന്നിലും ഒരാസക്തിയില്ല, ഒന്നും നേടാനുമില്ല, നഷ്ടപ്പെട്ടു പോകാനായിട്ട്, അല്ലെങ്കിൽ ഇത് എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കരുതി വെക്കുന്നുമില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇതൊക്കെ നമ്മൾക്കാണ്. നിദ്ര ശ്മശാനേ വനേ, എവിടെയെങ്കിലുമൊക്കെ, ചിലപ്പോൾ ശ്മശാനത്തിലാകാം, ചിലപ്പോൾ വനത്തിലാകാം, ചിലപ്പോൾ കൊട്ടാരത്തിലാകാം. പിന്നെയോ വസ്ത്രം എങ്ങനെയാണാവോ? ക്ഷാളന ശോഷണാദിരഹിതം ദിഗ്വസ്ത്രം. നമ്മൾക്ക് ഇദ്ദേഹം വനത്തിലോ, അല്ലെങ്കിൽ വനത്തിലാണെങ്കിലും ഭയമില്ല, ശ്മശാനത്തിലാണെങ്കിലും ഭയമില്ല. നമ്മൾക്ക് നമ്മളുടെ വീട്ടിൽ കിടന്നിറങ്ങാൻ ഭയമാണ് അല്ലേ? എന്തോരം കാര്യങ്ങൾ സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വീട്ടിൽ കിടന്നുറങ്ങുന്നത് അല്ലേ? വീട് കെട്ടിയിരിക്കുന്നത് ഭയമില്ലാണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇനി വസ്ത്രം എങ്ങനെയാണ്? വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ വളരെ നമ്മൾക്ക് പോലും ഒരു കൊതി തോന്നുന്ന ഒരു വസ്ത്രമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അലക്കോ ഉണക്കോ ഒന്നും വേണ്ട. ഇതിനാണ് ഭയങ്കര കഷ്ടപ്പാടാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉണങ്ങിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അലക്കാനോ ഉണക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. വസ്ത്രമേ ഇല്ല, ദിഗാണ് വസ്ത്രം. കൗപീനമന്ത കലുഭാഗ്യവന്ത. ഇനി ബെഡുണ്ടോ? സോഫ്റ്റ് ബെഡ്, വാട്ടർ ബെഡ്, ഇങ്ങനെ പലതരത്തിലുള്ള ബെഡുകളൊക്കെ ഉണ്ട്. നിലത്താണ്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിലത്ത് കിടക്കുന്നത് നല്ലതോ. അത് കിടന്ന് ഉരുളാൻ വേണമെങ്കിൽ, അതല്ലാതെ താഴേക്ക് പോകുമെന്ന് പേടിക്കണ്ടല്ലോ. താഴെ നിൽക്കാൻ തറ നൽകണമേ തറയിൽ ഭഗവതി അല്ലേ? അങ്ങനെയാണോ ആ പാട്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. തറയാണ് എപ്പോഴും നല്ലത്, താഴേക്ക് പോകില്ലല്ലോ. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് എങ്കിലും ഭീയില്ല, ഭയമില്ല, അഭീഹി. ഇനിയോ സഞ്ചാരം എങ്ങനെയാണ്? നിഗമാന്ത വീതിഷു സഞ്ചാരഃ പദയോ. എങ്ങനെയാ സഞ്ചാരം? എവിടെയാ? നിഗമാന്ത വീതിഷു, ഉപനിഷത് പാതയിലാണ് സഞ്ചാരം. നോക്കൂ എത്രമാത്രം സ്വാതന്ത്ര്യമാണ്. വേദാന്തവാക്യേഷു സദാരമന്തഃ. നിരന്തരം അതിലിങ്ങനെ രമിച്ചുകൊണ്ടാണ്. ഇനി ക്രീഡാപരേ, ക്രീഡ എന്താണ്? എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലും പ്രത്യേക ഹോക്കിയോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരേ ബ്രഹ്മണി ക്രീഡാസ്തു. വിതാം ചിന്താശൂന്യം അദൈന്യഭൈക്ഷ്യം അശനം. ഒരു തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ആങ്സൈറ്റിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിടിവാശികളോ ഒന്നുമില്ല. ഇനിയോ സരിദ്വാരിഷു പാനം, വെള്ളമാണ് എങ്കിലോ സരിദ്വാരിഷു, അവിടെയും ഇല്ല ഒരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയൊന്നും. സ്വാതന്ത്ര്യേണ നിരങ്കുശ സ്ഥിതി, വളരെ ഒരു തരത്തിലുള്ള നിയന്ത്രണത്താൽ, ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അൺറിസ്ട്രെയിൻഡ് ഫ്രീഡമാണ് ഇദ്ദേഹം അനുഭവിക്കുന്നത്. കാരണം എന്താ? സെൽഫ് ഡിസിപ്ലിനാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുകയില്ല. അദ്ദേഹം ഒരു തരത്തിലുള്ള അരുതായികകളിലൂടെയും സഞ്ചരിക്കുകയുമില്ല. പിന്നെയോ സ്വാതന്ത്ര്യേണ നിരങ്കുശ സ്ഥിതി ശ്മശാനേ വനേ അഭീഹി നിദ്ര. എവിടെയാണ് എങ്കിലും ഭയമില്ലാതെ നിദ്ര. ക്ഷാളന ശോഷണാദിരഹിതം ദിക് വസ്ത്രം. ഇതിൻ്റെ അലക്കുക ഉണങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ദിക് വസ്ത്രമാണ്. മഹീശയ്യാവാ, ഭൂമി തന്നെയാണ്, ഭൂമിയാകുന്ന അമ്മയാകുന്ന ആ കിടക്കയിൽ എത്ര സുഖമാണ്. നിഗമാന്ത വീതിഷു സഞ്ചരിക്കുന്നത് ഉപനിഷത്ത് പാതയിലാണ്. ഉപനിഷത്ത് തെളിച്ചു തരുന്ന പാത, അതിലൂടെ സഞ്ചാരം. ഇനിയോ വല്ല കളികളോ? പരേ ബ്രഹ്മണി ക്രീഡ അസ്തു. ഒന്നുകൂടി വായിക്കുക, എത്ര മനോഹരമാണല്ലോ ഈ ശ്ലോകം.
ചിന്താശൂന്യമദൈന്യഭക്ഷ്യമശനം പാനം സരിദ്വാരിഷു സ്വാതന്ത്രേണ നിരങ്കുശാസ്ഥിതിരഭീഃ നിദ്രാശ്മശാനേ വനേ വസ്ത്രം ക്ഷാളനശോഷണാദിരഹിതം ദിക്വാസ്തു ശയ്യാമഹീ സഞ്ചാരോ നിഗമാന്തവീദിഷു വിദാം ക്രീഡാപരേ ബ്രഹ്മണി വിമാനമാലംബ്യ ശരീരമേതത് ഭുനക്ത്യശേഷാൻ വിഷയാനുപസ്ഥിതാൻ പരേച്ഛയാ ബാലവദാത്മവേത്ത യോ അവ്യക്തലിംഗോനനുഷക്തബാഹ്യഃ യഹ അവ്യക്തലിംഗഃ അനനുഷക്തബാഹ്യഃ സഹ ആത്മവേത്ത ഏതത് ശരീരം വിമാനം ആലംബ്യ പരേച്ഛയാ ഉപസ്ഥിതാൻ അശേഷാൻ വിഷയാൻ ബാലവത് ഭുനക്തി. വിമാനമാലംബ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവിടെ അലംബ്യ ഇല്ലാതെയാക്കിയിട്ടാണ്, വിമാനത്തെ ഇല്ലാതെയാക്കിയിട്ട്. എന്ത് വിമാനമാണ്? ഈ ശരീരാഭിമാനം അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഞാനെന്നുള്ള ഈ ആസക്തി, ഇതൊക്കെ ഇല്ലാതെയാക്കിയിട്ട് ഇവയെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവത്തെ ഉപേക്ഷിച്ചിട്ട് ഉപസ്ഥിത മുമ്പിൽ വരുന്ന വിഷയങ്ങളെ അഭിമാനമില്ലാതെ അനുഭവിക്കുന്നു. മുമ്പിൽ വരുന്നു, എന്തൊക്കെ വരുന്നുവോ. ഇപ്പോൾ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അഭിമാനവും ഇല്ല. ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ കിടന്ന് അവൾക്ക് വേറെ ഒന്നും കിട്ടിയില്ല എങ്കിൽ അവളുടെ കാല് തന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എടുത്തിട്ട് അതൊക്കെ ആയിട്ടായിരിക്കും കളിച്ച്. നമ്മളാണെങ്കിൽ ഇതിനെ ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ വഷളാക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാല കൊടുത്താലും അല്ലെങ്കിൽ ഒരു കീ ചെയിൻ കൊടുത്താലും ഇതെന്താണെന്നോ ഒന്നും അതറിയുന്നില്ല. അത് ക്രീഡിക്കും, അത്ര തന്നെ അല്ലേ. എന്ത് കൊടുത്താലും, പാമ്പാണെങ്കിലും അങ്ങനെയാണ്. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഭയമൊന്നുമില്ല, ഒരു തരത്തിലുള്ള ഈ ശരീരത്തിൽ അഭിമാനമില്ലാത്തത് കൊണ്ടാണത്. അപ്പോൾ ഇതേപോലെയാണ് അവസ്ഥ. അവ്യക്തലിംഗ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കില്ല, നമ്മൾക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ നമ്മളുടേതായിട്ടുള്ള മുൻവിധികൾ വെച്ചുകൊണ്ടാണ് മഹാത്മാവിനെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പലരെയും പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ദിഗംബരോ വാപി ച സാംബരോ വാ ത്വഗംബരോ വാപി ചിദംബരസ്ഥഃ ഉന്മത്തവദ്വാപി ച ബാലവദ്വാ പിശാചവദ്വാപി ചരത്യവന്യാം ദിഗംബരോ വാപി ച സാംബരോ വാ ത്വഗംബരോ വാപി ചിദംബരസ്ഥഃ ഉന്മത്തവദ്വാപി ച ബാലവദ്വാ പിശാചവദ്വാപി ചരത്യവന്യാം ചരതി അവന്യാം. ദിഗംബരഃ, ചിലപ്പോൾ ദിഗംബരനായിട്ടാവാം. ചിലപ്പോൾ വില പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവും. സാംബരഹ, ചിലപ്പോൾ ആത്മവേത്ത, ആത്മാവിനെ അറിഞ്ഞിട്ടുള്ള ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള മഹാത്മാവ് ദിഗംബരനായിരിക്കാം. സാംബരഹ വാപി ത്വഗംബരഹ, ചിലപ്പോൾ വല്ല മരത്തിൻ്റെ തോലോ അല്ലെങ്കിൽ വല്ല അല്ല മൃഗങ്ങളുടെ തോലോ അങ്ങനെയൊക്കെ പുലിത്തോലോ ഒക്കെ ധരിച്ചിട്ടുണ്ടാകാം. ദിഗംബരഹ സാംബരഹ വാപി ത്വഗംബരഹ വാ ചിദംബരസ്ഥഃ. എങ്ങനെയൊക്കെ എന്തൊക്കെ ധരിച്ചാലും അദ്ദേഹം ചിദംബരസ്ഥനാണ്. ചിദംബരസ്ഥൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ശുദ്ധബോധമാകുന്ന വസ്ത്രം അല്ലേ. ഈശാവാസ്യം ഇതകം സർവം, ഈശനാണ്. ഈശനാകുന്ന വസ്ത്രത്താൽ ആച്ഛേദനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സർവ്വതും. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശുദ്ധബോധം അത് തന്നെ അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുക. അതൊരു ഉപദേശമാണ്, അങ്ങനെ ചെയ്യൂ എന്നുള്ളത് അല്ലേ. ഉപദേശമാണ്, സത്യമാണ്, എല്ലാമാണത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനന്തഘനമാകുന്ന ചിത്ഘനമാകുന്ന വസ്ത്രത്താൽ നിരന്തരം അതിനാൽ അച്ഛേദനം അല്ലെങ്കിൽ അത് ധരിച്ചിരിക്കുകയാണ്. അതാ ബോധമാകുന്ന വസ്ത്രം. ഇനിയോ ഉന്മത്തവത് വാ അപി ച ബാലവത് വാ പിശാചവത് വാ അപി അവന്യാം ചരതി. ഭൂമിയിലൂടെ ചരിക്കുന്നു. എങ്ങനെ? ബാലവത്, ചിലപ്പോൾ ഒരു കുട്ടിയെ പോലെയാകാം, ചിലപ്പോൾ
പിശാചവത്, നമുക്ക് പിശാചിനെ ഭയമൊക്കെയാണ്. പക്ഷേങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ അതുപോലെ ആയിരിക്കാം, നമ്മളെ ആരും അങ്ങോട്ട് അടുക്കരുത് എന്ന് കരുതി. ഋഷഭദേവൻ്റെയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, വായിൽ കല്ലൊക്കെ ഇട്ടുകൊണ്ടാണത്രേ നടന്നു പോകുന്നത്. കാരണം അങ്ങനെയാണ് അല്ലേ, വായിൽ കല്ലിട്ട് വെച്ച് നടക്കേണ്ട ഒരു സാഹചര്യം. നല്ല കാര്യമാണത് അല്ലേ, വായിൽ കല്ലൊക്കെ ഇട്ട് വെച്ച് നടന്നുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെയോ പിശാചവധ, ഉന്മത്തനെ പോലെയൊക്കെ ആയിരുന്നു ഭഗവാൻ ഋഷഭദേവൻ. ഇങ്ങനെ നിരന്തര ആത്മാനുഭൂതിയിൽ ലയിച്ചുകൊണ്ടിരുന്ന, അവിടെ ആ ശ്ലോകങ്ങളൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഇതേപോലെ തന്നെയാണ് അവിടെയും സാദൃശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ലയിച്ചുകൊണ്ടിരുന്ന അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ആ ഭഗവാൻ ഒരു ഉന്മത്തനെ പോലെ, പിശാചിനെ പോലെയൊക്കെ ആണ് ചരിച്ചിരുന്നത്. അപ്പോൾ ഏത് രീതിയിൽ ജ്ഞാനി പ്രത്യക്ഷപ്പെട്ടാലും നാം നമ്മുടെ രീതിയിൽ വിലയിരുത്തും. നല്ല ഡ്രസ്സ് ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ നമ്മൾ ഇദ്ദേഹം തമ്മിലിപ്പോൾ എന്താ വ്യത്യാസം? അവർ വളരെയധികം നമ്മളും ഇങ്ങനെയാണ്, നമ്മൾക്കും ഇഷ്ടമാണ് ഇതെല്ലാം, അവരും അങ്ങനെ തന്നെ, എന്ത് വ്യത്യാസം അല്ലേ? നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഏത് തലത്തിൽ വന്നാലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ വിലയിരുത്തും. വേദാന്തിയാണ് അല്ലെങ്കിൽ ആത്മജ്ഞാനിയാണ് എങ്കിൽ ക്ലാസ് എടുക്കണം, അല്ലെങ്കിൽ ശാസ്ത്രം നല്ലതുപോലെ പഠിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവരെങ്ങനെ ആത്മജ്ഞാനിയാകും? ഇനി അതല്ല എങ്കിൽ മൗനിയായിരിക്കണം, വർത്തമാനം പറയുന്നവരെങ്ങനെ അങ്ങനെയാകും? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാഹ്യമായിട്ടുള്ള നമ്മളുടെ ഈ വിലയിരുത്തലുകൾ അത് തെറ്റാണ്. അതാണ് ആശയം. അപ്പോൾ ഏത് രീതിയിലാണ്, ചിലപ്പോൾ ദിഗംബരനാകാം, ചിലപ്പോൾ സാംബരനാകാം, ത്വഗംബരനാകാം, പക്ഷേ അദ്ദേഹം ചിദംബരനാണ്. ഉന്മത്തവത്വാഭി, ചിലപ്പോൾ ഉന്മത്തനെ പോലെയോ, ചിലപ്പോൾ ബാലനെ പോലെയോ, ചിലപ്പോൾ പിശാചിനെ പോലെയോ ഒക്കെ അവന്യാം ചരതി, ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഇനി അടുത്തത്, കാമാൻ നിഷ്കാമരൂപീ സഞ്ചരേത്യേകചരോ മുനിഃ സാത്മനൈവ സദാ തുഷ്ടഃ സ്വയം സർവാത്മനാ സ്ഥിതഃ. സ്വയം സർവാത്മനാ തിഷ്ഠഃ സ്വാത്മനാ ഏവ തുഷ്ടഃ ഏകചരഃ മുനിഃ കാമാൻ നിഷ്കാമരൂപീ സദാ സഞ്ചരതി. അപ്പോൾ കാമാൻ നിഷ്കാമരൂപി സ്വയം സർവാത്മനാസ്ഥിതഃ സ്വാത്മനാ ഏവ തുഷ്ടഃ ഏകചരഃ മുനിഃ കാമാൻ നിഷ്കാമരൂപി. അദ്ദേഹം ഈ കാമാൻ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടും വിമുക്തനാണ്. അപ്പോൾ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണ മുക്തനാണ്. കാമാൻ ചരതി, അങ്ങനെ ഉള്ള അദ്ദേഹം ആഗ്രഹങ്ങളൊന്നുമില്ലാതെ ഈ വിഷയപ്രപഞ്ചത്തിലൂടെ, വിഷയലോകങ്ങളിലൂടെ ചരിക്കുന്നു. കാരണം ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ ആത്മജ്ഞാനിക്കും അജ്ഞാനിക്കും ഒക്കെ ഈ ലോകത്ത് കിട്ടിടത്തോളം കാലം ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിഷയലോകങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നു. അതിൽ സ്വയം സർവാത്മനാ സ്ഥിതഃ, അദ്ദേഹം എങ്ങനെ ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും സർവാത്മനാ ഏവ തുഷ്ടഃ ഏകചരഃ മുനി. ഒരിക്കലും ഒരു രാജാവിൻ്റെ ഗുരുവായിട്ടുള്ള ഒരു ഗുരുവര്യൻ രാജാവിനെ കാണാനായിട്ട് കൊട്ടാരത്തിൽ വരികയാണ്. അപ്പോൾ അവിടെ ഡാൻസ് എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗുരു ഇങ്ങനെ ഡാൻസ് കണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഗുരു രാജാവിനോട് പറഞ്ഞു, മാല കൊടുക്കൂ, സ്വർണ്ണമാല കൊടുക്കൂ, ഒരുപാട് ഗിഫ്റ്റ് അദ്ദേഹത്തെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. അപ്പോൾ രാജാവിന് തോന്നി, ഇദ്ദേഹം എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു ഡാൻസ് കണ്ടിട്ട് ഇത്രമാത്രം, അപ്പോൾ അദ്ദേഹം അത് ആസ്വദിക്കുന്നുവോ, അതിൽ അദ്ദേഹം ആസക്തനായോ ഈ നർത്തകിയെ കണ്ടിട്ട് എന്നൊക്കെ ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നപ്പോൾ ഇദ്ദേഹം രാജാവിനോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ആ കുട്ടി ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോൾ സരസ്വതി മാതാ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന നടനമാടുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ പുറമേ ഉള്ള ലക്ഷണങ്ങളെ കൊണ്ടൊന്നും നമ്മൾക്ക് ആരെയും അളക്കാനായിക്കൊണ്ടിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എപ്പോഴും സർവ ആത്മനാ സ്ഥിതഃ സ്വാത്മനാ ഏവ തുഷ്ടഃ. അദ്ദേഹത്തിൻ്റെ തൃപ്തി എപ്പോഴും, സന്തുഷ്ടി എപ്പോഴും ആത്മാനന്ദത്തിൽ തന്നെയാണ്. അങ്ങനെ ഏകചരഃ, ഒറ്റയായിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെയും ആശ്രയം ആവശ്യമില്ല. അങ്ങനെ വിഷയലോകങ്ങളിലൂടെ ചരിക്കുന്നു. ക്വചിത് മൂഢോ വിദ്വാൻ ക്വചിതപി മഹാരാജ വിഭവഃ ക്വചിത് ഭ്രാന്തഃ സൗമ്യഃ
क्वचिदजगराचारकलितः क्वचित्पात्रीभूतः क्वचिदवमदः अविदितः चरत्येवं प्राज्ञः सततपरमानन्दसुखितः क्वचित् मूढो विद्वान् क्वचिदपि महाराजविभवः क्वचिद्भ्रान्तः सौम्यः क्वचिदजगराचारकलितः क्वचित्पात्रीभूतः क्वचिदवमदः क्वाप्यविदितः चरत्येवं प्राज्ञः सततपरमानन्दसुखितः പ്രാജ്ഞഃ ക്വചിത് മൂഢഃ ചിലപ്പോൾ മൂഢനായിട്ട് ക്വചിത് അഭി വിദ്വാൻ ചിലപ്പോൾ വലിയ വിദ്വാനായിട്ട് മഹാരാജ വിഭവ ചിലപ്പോൾ വളരെയധികം രാജകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആസ്വദിക്കുക. പിന്നെയോ ക്വചിത് ഭ്രാന്തഃ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ സൗമ്യഃ ചിലപ്പോൾ വളരെ സൗമ്യമായിട്ട് ക്വചിത് അജഗരാചാര കലിതഃ അജഗരാചാര കലിതഃ അജഗരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെരുമ്പാമ്പാണ്. അജം ഗരതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഴുങ്ങുകയാണ്. അജം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിഴുങ്ങും. പെരുമ്പാമ്പ് ഇങ്ങനെ കിടക്കും എവിടെയെങ്കിലും. അപ്പോൾ അതിലെ ഒരു പ്രാരബ്ധവശാലോ വല്ല ആടോ മാനോ വല്ലതും ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ വിഴുങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പെരുമ്പാമ്പിനെ പോലെ വല്ലയിടത്തും കിടക്കും. എന്തെങ്കിലും ആരെങ്കിലും വിഷയങ്ങളോ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ ഒക്കെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. ഇല്ല എങ്കിൽ ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പെരുമ്പാമ്പിനെ പോലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നിരിക്കും. ഇങ്ങനെ എല്ലായ്പ്പോഴും ആനന്ദത്തോടു കൂടി സഞ്ചരിക്കുന്നു. ക്വചിത് മൂഢഃ അത്യന്തം അജ്ഞനെ പോലെ ചിലപ്പോൾ വിദ്വാനായിട്ടായിരിക്കാം. ഒരിക്കൽ ഈ മധുസൂദന സരസ്വതിയുടെ സ്വാമികളുടെ അദ്വൈത സിദ്ധി എന്നുള്ള വളരെ ഗഹനമായിട്ടുള്ള ഗ്രന്ഥമാണത്. അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പണ്ഡിത സദസ്സ്. അപ്പോൾ അവിടെ അതിൻ്റെ മൂലയിൽ എവിടെയോ ഒരാൾ വന്നിങ്ങനെ ഒരു യാചകനെ പോലെ ഇങ്ങനെ അതിങ്ങനെ കേട്ടിങ്ങനെ അടക്കി കൈയൊക്കെ കൊടുത്ത് ഇങ്ങനെ കേട്ടിരിക്കും. ആരും ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഈ ശാസ്ത്രം അതെടുത്തു കൊടുക്കുന്ന ആ ആചാര്യൻ ഒരു സ്ഥലം വന്നപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ അന്വയ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെച്ചില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയോ വളരെയധികം അതിൻ്റെ അർത്ഥം പറയാനായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടിയപ്പോൾ ഈ യാചകനെ പോലെ ഈ സദസ്സിൻ്റെ ഏറ്റവും മൂലയ്ക്ക് ഇരുന്ന് ഒരാൾ പറഞ്ഞു കൊടുത്തു, അതേ അതിങ്ങനെയൊന്ന് വെച്ച് നോക്കൂ, അപ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടുമെന്ന്. അപ്പോൾ ചിലപ്പോൾ വിദ്വാനായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നും അറിയില്ലാത്ത മൂഢനെ പോലെയാകാം, ചിലപ്പോൾ ഭ്രാന്തനെ പോലെ, ചിലപ്പോൾ സൗമ്യമായിട്ടായിരിക്കാം. അജഗരാചര കലിതഃ പെരുമ്പാമ്പിനെ പോലെ ഇങ്ങനെ എല്ലായ്പ്പോഴും ആനന്ദത്തോടുകൂടി സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഈ ആത്മജ്ഞാനിയെ മനസ്സിലാക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, ആത്മജ്ഞാനിയായി തീരുക. അതല്ലാതെ ആത്മജ്ഞാനിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് അവരുടെ തലത്തിലേക്ക് ഉയരണം. അവരുടെ തലത്തിലേക്ക് ഉയരാതെ നമ്മൾക്ക് ആത്മജ്ഞാനിയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഒന്നുകൂടി ഈ ശ്ലോകം നോക്കാം. ക്വചിത് മൂഢോ വിദ്വാൻ ക്വചിദപി മഹാരാജ വിഭവഃ ക്വചിത് ഭ്രാന്തഃ സൗമ്യഃ क्वचिदजगराचारकलितः क्वचित्पात्रीभूतः क्वचिदवमदः क्वाप्यविदितः चरत्येवं प्राज्ञः सततपरमानन्दसुखितः. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ബഹുമാനിച്ചു എന്നിരിക്കും, ചിലപ്പോൾ അപമാനിച്ചു എന്നിരിക്കും. പക്ഷേ ഇദ്ദേഹം എപ്പോഴും ഇതൊക്കെ ക്വചിതാണ്, മറ്റേതോ സർവദാ സുഖം, എപ്പോഴും സുഖത്തിലാണ്. നിരന്തര ആത്മാനുഭവം, ആ നിരന്തര ആത്മാനുഭവ തൃപ്തനാണ് അദ്ദേഹം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെടാം. മനസ്സിലാക്കണമെങ്കിലോ ആത്മജ്ഞാന തലത്തിലേക്ക്, ആത്മജ്ഞാനിയുടെ ആ തലത്തിലേക്ക് നാമും ഉയരേണ്ടതായിട്ടുണ്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
ഓം